റോട്ടറി ക്ലബ്ബ് ഓഫ് തേക്കടിയുടെ ഈ വർഷത്തെ സേവന പദ്ധതികളുടെ ഭാഗമായി തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്കായി 3 ഇലക്ട്രിക് ബസ്സുകൾ നൽകും. പരിസ്ഥിതി സംരക്ഷണത്തിനായി അന്തരീക്ഷ മലിനീകരണം പൂർണ്ണമായും ഇല്ലാത്ത ആധുനിക ഇലക്ട്രിക് ബസ്സുകളാണ് റോട്ടറി ക്ലബ്ബ് പെരിയാർ കടുവാ സംഘീയത്തിന് ഉപയോഗത്തിനായി നൽകുന്നത്. തേക്കടി ആനവച്ചാലിലെ വനംവകുപ്പിന്റെ പാർക്കിംഗ് റോഡിൽ നിന്നും സഞ്ചാരികളെ തേക്കടി ബോട്ട് ലാൻഡിംഗിൽ എത്തിക്കുവാനാണ് ഈ ബസ്സുകൾ ഉപയോഗിക്കുക. റോട്ടറി ഫൗണ്ടേഷൻ സഹായത്തോടെ 1.5 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഡീസൽ ഉപയോഗിച്ചോടുന്ന മിനി ബസ്സുകളാണ് ആനവച്ചാലിലും തേക്കടിയിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് ഉപയോഗിച്ചു വരുന്നത്. കുമളി കാഡ്ബിനെറ്റ് ഹാളിൽ നടന്ന റോട്ടറി ക്ലബ്ബ് ഓഫ് തേക്കടിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നിയുക്ത റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ജോഷി ചാക്കോയാണ് ഇക്കാര്യം അറിയിച്ചത്. Deeply impressed by the activities you have done during the year gone by. The projects you have accomplished during this project, especially the food distribution project and the sports talent promotion, the old age home projects, the ambulance one which we have done through a global grant project a few years back, as well as supplying a machinery project, and as well as the support to the youth and all. Really, you have touched the lives of the people around your community. റോട്ടറി ക്ലബ്ബ് ഓഫ് തേക്കടി വിഭാവനം ചെയ്തിട്ടുള്ള വിവിധ സേവന പദ്ധതികൾ യോഗത്തിൽ തുടക്കം കുറിച്ചു. റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ ഭാരവാഹികളായി ഡോക്ടർ ബോബി എബ്രഹാം പ്രസിഡന്റ്, തോമസ് മാത്യു ജനറൽ സെക്രട്ടറി, സുഭാഷ് ട്രഷറർ, ദിലീപ് എം കെ ജോയിന്റ് സെക്രട്ടറി എന്നിവരും 12 അംഗ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചുമതലയേറ്റു. ഇടുക്കി വിഷൻ, കുമളി.